പാഠം 84. പെൺവാശിയോട് മത്സരിച്ചാൽ. പത്രം വന്നില്ലെന്ന്. എന്താണ്? എന്താ അത്? ഏത്? തറയിൽ കിടക്കുന്നത് പത്രം. സമയത്രായി? 7. 6 മണിയായപ്പോൾ ശിവൻകുട്ടി വന്ന് പത്രം ഇട്ട് പോയിട്ടുണ്ടാവും. ഇപ്പോഴും ഇത് അവിടെ തന്നെ കിടക്കുന്നു. അതിന് കയ്യും കാലും ഇല്ലല്ലോ. ആരെങ്കിലും ചെന്ന് എടുത്താലേ അതിങ്ങോട്ട് വരും. നീ പോയി അത് എടുക്കാത്തെന്നാ ചോദിച്ചത്. ഞാൻ പോയി എടുത്താൽ അതിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നോ? മോഹനേട്ടാ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. രാവിലെ പത്രം വായിക്കണമെങ്കിൽ പോയി എടുത്തോണ്ട് വന്ന് വായിക്കും. രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി തന്നെ നടന്നോളൂ. പത്രം എടുക്കണമെങ്കിൽ ഭാമ, ചായ ഉണ്ടാക്കണമെങ്കിൽ ഭാമ, കുളിക്കാൻ വെള്ളം ചൂടാക്കണമെങ്കിലും ഭാമ, ഷർട്ട് മുണ്ടും അലക്കി തേക്കാനും ഭാമ. ഭാമ ഇയാളുടെ ഭാര്യ വേലക്കാരിയോ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഈ അടിമപ്പണി ചെയ്യേണ്ടി വരും. എന്താ മോഹനേട്ടന് വേണ്ടത്? നീ ഇത് കണ്ടോ? 5 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക്. വില 21 ലക്ഷം. നമുക്ക് നോക്കിയാലോ? അതിനായിരുന്നു വിളിച്ചത്. ഞാൻ വിചാരിച്ചു പത്രം എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഓരോരോ താളുകളായിട്ട് മറിച്ചു തരണമെന്ന് പറയാനായിരിക്കുന്നു. 1000 സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറയുമ്പോൾ തീരെ ചെറുതായിരിക്കില്ലേ മോഹനേട്ടാ? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ നിന്നെ വിളിച്ചത് വീടിന്റെ വലിപ്പത്തെ കുറിച്ച് അഭിപ്രായം ചോദിക്കാനല്ല. പിന്നെ ഇന്നലെ എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ എന്റെ പേരിരിപ്പുണ്ട്. അത് എടുത്തോണ്ട് വാ. ഈ നമ്പർ എഴുതിക്കാൻ. എന്താ നോക്കുന്നത്? ഇനി ഈ പത്രം എങ്ങനെ കളഞ്ഞു പോയ നമ്പർ പോവില്ലേ? ആ പേരെടുത്തിട്ട് വാ. ആ പേന മോഹനേട്ടൻ എടുത്താ എന്താ? ഞാൻ പത്രം വായിക്കല്ലേ? ഞാൻ അടുക്കള വെറുതെ ഇരിക്കായിരുന്നു മോഹനേട്ടാ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ മോഹനേട്ടന്റെ ഭാര്യയാണ്, വേലക്കാരിയല്ല. ഇനി ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിയാൽ ഇവിടെ ഒന്നും നടക്കില്ല. പറഞ്ഞേക്കാം. ഇവിടെ വാ. ഇവിടെ വരാൻ. ഞാൻ നിന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമാണ്. സ്ഥലം കേരളവും. ഇവിടെ ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കണം. നിന്നോട് ഞാൻ മലം മറിക്കാനെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു പേന അതൊന്നും എടുത്തു വരാനല്ലേ പറഞ്ഞോളൂ. അതിനെന്താ അത്ര ബുദ്ധിമുട്ട്? എനിക്ക് സൗകര്യമില്ല. ഭർത്താവിന് പേനെടുത്തു കൊടുക്കാനല്ല ഭാര്യ. അവിടെ ഇരുന്ന് ഭാമയെന്ന് വിളിച്ച് എന്നെ മെനക്കെടുത്തി അവിടെ വരുത്തിച്ച് എന്റെ വാലിരിക്കുന്നത് കേട്ട് എന്നിട്ട് ഞാൻ പോന്നപ്പോ എന്റെ പുറകെ ഇങ്ങനെ പാഞ്ഞു വന്ന് ഇത് കേരളമാണ്, ഇവിടെ ആണുങ്ങൾ പറയുന്നത് നടക്കൂ എന്ന് പറയുന്നതിന്റെ പകുതി ബുദ്ധിമുട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ തന്നെ താനാ പേനയെടുക്കാൻ. സ്ഥലം കേരളമായതുകൊണ്ടോ ഭർത്താവ് വില്ലേജ് ഓഫീസർ ആയതുകൊണ്ടോ എന്തും കണ്ണുപൂട്ടി അനുസരിക്കുന്നവളല്ല ഭാര്യ. ഈ സത്യഭാമ തീരെയല്ല. ഓഹോ. ഇനി ഭാമ എന്നൊരു വിളി ഈ വീട്ടിൽ കേട്ടാ പിന്നെന്ത് വിളിക്കും? ഇവിടെ പേര് മാറ്റിയോ? നിനക്കൊരു ധാരണയുണ്ട്. വക്കീലാണെന്ന് വെച്ചാ ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണെന്ന്. ഏത് വക്കീലാണെങ്കിലും നീ ഒരു പെണ്ണല്ലേ? പെണ്ണുങ്ങൾ ആണുങ്ങൾ പറഞ്ഞ അനുസരിക്കണം. മോഹനേട്ടന് ഇപ്പൊ എന്താ വേണം? എനിക്ക് ആ പേന വേണം. അടുക്കളയാണോ പേന? നീ ഇങ്ങോട്ട് പോകുന്നുണ്ടാണല്ലോ എനിക്ക് ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. ഇങ്ങോട്ട് വന്ന വരവ് ആ മുറിയിലേക്കായിരുന്നെങ്കിൽ ആ പേന എടുത്തോണ്ട് പോകാറുന്നല്ലോ. അപ്പോ മോഹനേട്ടന് പേനയല്ല ആവശ്യം, അത് ഞാൻ എടുത്തു തരിക എന്നാണ്. മോഹനേട്ടാ, വില്ലേജ് ഓഫീസിൽ മോഹനേട്ടൻ കൽപ്പിക്കുമ്പോ പേനയും പേപ്പറും എടുത്തു തരാൻ ദ്രൗപദി സ്വയംപ്രഭം കാണും. ചായ ചോദിക്കുമ്പോൾ വാങ്ങിത്തരാൻ ശിശുപാലൻ ചേട്ടനും കാണും. അത് അവരുടെ ഗതികേടുകൊണ്ട്. ഇവിടെ എനിക്ക് ആ ഗതികേടില്ല.
നീ എന്റെ ഭാര്യയാണ്. ഭാര്യ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ ജോലിക്ക് ആളെ വെച്ചോളൂ. ഓഹോ, ജോലിക്ക് ആളെ വെക്കാനോ? അതെ, നമ്മൾ രണ്ടുപേരും ജോലിക്കാരാണ്. സഹായിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ളൊരു സാധാരണ എന്താ ചെയ്യുക? ഒരു ജോലിക്കാരിയെ വെക്കും. എത്ര നാളോട് പറയുന്ന ഞാനത്? ഇവിടെ വേലക്കാരുടെ ആവശ്യം എന്താ? അല്ലെങ്കിൽ തന്നെ ജോലിക്കാരുടെ ശമ്പളം ആര് കൊടുക്കും? ഓ, ശമ്പളം ഞാൻ കൊടുത്തോളാവേ. ഒരാളെ ജോലിക്ക് വെക്കാനൊന്ന് സമ്മതിച്ചാ മതി. നടക്കില്ല. വീട്ടിൽ വേലക്കാരെ വെക്കുന്നത് പൊങ്ങച്ചക്കാരാണ്. എന്റെ വീട്ടിൽ 4 വേലക്കാരുണ്ട്. എനിക്ക് ഒരു ജോലി ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ കാല് നീട്ടിയിരുന്നാ മതി എന്നൊക്കെ ആഫീസിൽ പറയാനല്ലേ നീ ജോലിക്കാരെ വെക്കുന്നത്? മോഹനേട്ടൻ ഇപ്പോഴേ അത് പറയുന്നുണ്ടാവുമല്ലോ. എന്റെ വീട്ടിൽ ജോലിക്കാരുണ്ട്, ഒരു ജോലിയും എനിക്ക് ചെയ്യണ്ട, വെറുതെ കാല് നീട്ടി ഇരുന്നാ മതിന്ന്. അതിനോട് വേലക്കാരി ഇല്ലല്ലോ. ഉണ്ടല്ലോ ഈ ഞാൻ. ഇനി ആ പരിപാടി നടക്കില്ല. മാറിക്കാൻ നോക്കട്ടായിരുന്നു. ഉത്തമ വന്നത് നന്നായി. ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു. എന്ത്? ഉത്തമ, ഒരു ജോലിക്കാരി വേണം. ജോലിക്കാരിയെ എന്തിനാ നോക്കിയില്ലേ? വീട്ടു ജോലിക്കാരി ആളെ വേണമെന്ന് പറഞ്ഞാൽ അതെന്തിനാ ഉത്തമന് അറിഞ്ഞൂടെ? അതെനിക്കറിയാം. പക്ഷെ മോഹനയുടെ സാറിന്റെ വീട്ടിൽ ഒരു ജോലിക്കാരി എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സാറിന് എന്ത് പറ്റി? സാറ് സമ്മതിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കൊരു ജോലിക്കാരി കിട്ടിയേ പറ്റൂ. സാറ് സമ്മതിക്കാതെ പിന്നെ എങ്ങനെയാണ് വക്കീലേ? ശമ്പളം ഞാൻ കൊടുത്തോളാം, തീർന്നല്ല പ്രശ്നം. അല്ലെങ്കിൽ തന്നെ ഉത്തമനൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനും മോഹനേട്ടനും ജോലിയുള്ള രണ്ടുപേരല്ലേ? രണ്ടുപേർക്കും രാവിലെ പോണം. അതുവരെ മുഴുവൻ ജോലി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. സാധാരണ ജോലിയുള്ള പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ വീട്ടില് ജോലിക്ക് ആളെ നിർത്തിയിരിക്കുകയാണ്. ട്രഷറിയിലെ ആന്റണി സാറിന്റെ വീട്ടില് ഇന്നലെയാണ് ഞാനൊരു ജോലിക്കാരി ഏർപ്പാട് ചെയ്തത്. എന്താ കാര്യം? ആന്റണി സാറിന്റെ ഭാര്യ ഒരു മൃഗഡോക്ടറല്ലേ. ആളുകൾ എപ്പോഴും വരും. പശുവിന് വയറുവേദന, ആടിന് തൊണ്ടവേദന, പോമറേനിന് ജലദോഷം എന്നൊക്കെ പറഞ്ഞോണ്ട്. ഇതൊന്നും ഇവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേലക്കാരെ വെക്കുന്ന പൊങ്ങച്ചക്കാരാണ് പോലും. അത് ഇവിടുത്തെ ന്യായം. കാര്യം അതൊന്നുമല്ല, ഒടുക്കത്തെ പിശുക്ക. എനിക്ക് ആ പിശുക്കൊന്നുമില്ല. കാശ് ഞാൻ തരാം. വക്കീലെ, ശമ്പളം കൊടുക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്കാരി കിട്ടാനാണ് പാട്. വക്കീലെ, ഞാൻ ഏറ്റു. നാളെ രാവിലെ നല്ല മണി പോലത്തെ വേലക്കാരികളെ എത്ര പേരെ വേണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇവിടെ എന്താ പച്ചരി വിതരണം നടത്തുകയാണോ? ആൾക്കാർ വന്നിങ്ങനെ നിര നിൽക്കാനായിട്ട്? അല്ല സാറേ, ഈ വക്കീല് പറയുന്ന ഒരു കാര്യമില്ല. വെറും 2 പേരുള്ള വീടാണെങ്കിൽ ആ വീട്ടിൽ വളരെ നിസ്സാരമായ ജോലികളെ കാണൂ. അത് ചെയ്യാൻ ശമ്പളം കൊടുത്ത് ജോലിക്കാരൊക്കെയാന്ന് വെച്ചാൽ? അല്ല, സാറിന്റെ അഭിപ്രായം അതാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അത് മാത്രമല്ല പിന്നെ സാറേ, കാലം വല്ലാത്ത കാലം. ഓ, നമ്മൾ ജോലിക്ക് വെക്കുന്ന ജോലിക്കാരി ഇവിടെയുള്ള എന്തെങ്കിലും മോഷ്ടിച്ചിട്ട് ഓടിപ്പോയാലോ? അങ്ങനെ സംഭവിച്ച ചരിത്രമുണ്ട്. താലൂക്ക് ഓഫീസ് ജോലിയുള്ള പരമേശ്വര സാറിന്റെ വീട്ടിൽ ജോലിക്ക് നിർത്തിയിരുന്ന പെൺകുട്ടി 20,000 രൂപയും വില കൂടിയൊരു വാച്ച് എടുത്തുകൊണ്ട് പോയത്. നല്ല മനോഹരമായ ന്യായം. ഡെയിലി പത്രം എടുത്ത് നോക്കിയാൽ പത്രം നിറയെ കാണുന്നത് ആക്സിഡന്റുകളുടെ കഥയാ. ബസ് അടിച്ച് 5 പേര് മരിച്ചു, കാറും ലോറിയും കൂട്ടുമുട്ടി 4 പേര് മരിച്ചു, ട്രെയിൻ പാളം തെറ്റി 15 പേര് മരിച്ചു. ഇതൊക്കെ വായിച്ചിട്ടും ആളുകൾ ട്രെയിനിലും ബസ്സിലും കാറിലും ഒക്കെ തന്നെയല്ലേ പോകുന്നത്. ഈ പറയുന്നതൊക്കെ അടവാണ്. ഇത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു വേലക്കാരിയെ വെക്കാതെ ഞാൻ ഇനി ഒന്നും ചെയ്ത പ്രശ്നമില്ല. എന്റെ വാക്കിന് ഈ വീട്ടിലെന്തായാലും വിലയോടോ എന്ന് അറിയണമല്ലോ. നോക്കി പിടിക്കുന്നു. സാറേ, പറഞ്ഞു വരുമ്പോ ഈ വക്കീല് പറയുന്നതിലേ ഒരു കാര്യമില്ല. യാതൊരു കാരണവശാലും ജോലിക്ക് ആളിനെ വയ്ക്കരുത്. 10 പൈസ പോലും ഒരു തരത്തിൽ മുടക്കരുത്. എല്ലാം കൂടെ കൂട്ടിവെച്ച് അവസാനം ചത്തു പോകുമ്പോൾ ഒരു കടലാസിന് പൊതിഞ്ഞോണ്ട് പോയി പരലോകത്ത് ചെന്നിട്ട് നല്ല കപ്പലണ്ടി വാങ്ങിച്ച് കുറച്ചോണ്ടിരിക്കാം. ഇങ്ങനെ ഇങ്ങനെ. ഉത്തമൻ പരിഹസിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കൊരു ചുക്കുമില്ല. ഇപ്പൊ എന്തിനാ വന്ന്? അല്ല സാറേ, ജയചന്ദ്ര സാറിന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം 10 മണിക്ക് ഓഫീസിലേക്ക് വന്നാൽ മതി. എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സാറേ. ഉത്തമ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ജോലിക്കാരെ വെക്കുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് ഓഫീസിൽ പോകുന്ന നേരമായി. ഉത്തമം പൊയ്ക്കോ. ഇയാളെ തലയ്ക്ക് സാരമായിട്ടെന്തോ കുഴപ്പമുണ്ട്. ആ വക്കീൽ ഒരു ദിവസം ഇയാൾക്ക് വിഷം കൊടുത്തു കൊല്ലും.
എന്താ നോക്കുന്നേ? നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല, സഹായിക്കാൻ പറ്റില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഇവിടെ ചുറ്റി തിരിയുന്നേ? ഓഫീസിൽ പോകുന്നില്ലേ? ഇത്രയും കാലം നീ പറഞ്ഞിട്ടാണ് ഞാൻ ഓഫീസിൽ പോയിട്ടുള്ളത്. നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും നീ വിളമ്പ് തന്നില്ലെങ്കിൽ ഞാൻ ഒന്നും കഴിക്കില്ലെന്ന്. വേണ്ട പാമ, എനിക്ക് നിന്റെ സഹായം വേണ്ട. ഇതെടുത്ത് കഴിക്കാനുള്ള മിടുക്കൊക്കെ എനിക്കുണ്ട്. അവളെ പോലെ എന്നെ പറഞ്ഞാൽ കേൾക്കില്ല. ഇതെടുത്ത് കഴിക്കാൻ എനിക്ക് ആരുടെ സഹായം? എന്താ ഇതിലൊന്നുമില്ലാത്ത? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ പറഞ്ഞായിരുന്നു ഞാൻ ഈ വീട്ടിലെ ഒരു ജോലിയും ചെയ്യില്ലാന്ന്. കഴിക്കണമെങ്കിൽ ഒന്നെങ്കിൽ തനിയെ ഉണ്ടാക്കി കഴിക്കണം, അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട പോകണം. ഓഹോ, തോപ്പിക്കുന്നോക്കണം നീ. എടീ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാതിരുന്നാൽ വേലക്കാരെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കും നീ കരുതി? നടക്കില്ല പാമേ, നടക്കില്ല. ആഹാ, കേട്ടോ? ഇവിടെ സൃഷ്ടിച്ചില്ലേ? കൊള്ളാലോ. എന്താ അവളുടെ ഉദ്ദേശം? ഈശ്വര, സഹായം വേണ്ടെന്ന് പറഞ്ഞതിൽ അവളും കൂടെ കൂട്ടിയ. ഭമേ, എന്റെ ഷർട്ട് തേച്ച് എവിടെ വെച്ചു നീ? ഷർട്ട് തേച്ചിട്ടില്ലല്ലോ. കാരണം? മോഹനേട്ടാ, ഓരോ പ്രാവശ്യം ഞാനിതിന് പറയണോ? മേലിൽ ഞാൻ മോഹനേട്ടന്റെ ഷർട്ട് അലക്കുകയോ തേക്കുകയോ ചെയ്യില്ല. എന്റെ ഒരു സഹായവും വേണ്ടെന്നാണ് പറഞ്ഞത്. വേലക്കാരിയെ വയ്ക്കുന്നോ ഇല്ലയോ? ഇല്ല ഇല്ല ഇല്ല. ആ, അപ്പോ ഷർട്ട് മുണ്ടും തനിയെ തേച്ചങ്ങ് ഇട്ടാ മതി. പിന്നെ നിന്നെ കണ്ടോണാണല്ലോ ഞാൻ ഷർട്ട് ഇട്ട് തുടങ്ങിയത്. എടി, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നിനക്കൊരു സന്തോഷമായിക്കോട്ടെന്ന് കരുതി ഞാനിതൊക്കെ സമ്മതിച്ചതേ ഉള്ളൂ. പിന്നെന്താ പ്രശ്നം? തേച്ചോ തേച്ചോ. തേക്കാൻ പോ. ഞാൻ ചുളുവൊന്നും മാറൂലേ? വില്ലേജ് ഓഫീസറെ, ആ സ്വിച്ച് ഓൺ ചെയ്താലേ പെട്ടി ചൂടാകൂ. പെട്ടി ചൂടായാലേ ചുളിവുകൾ നിവരുകയുള്ളൂ. എനിക്കറിയാം. എടീ, നിനക്ക് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇസ്തിരിപ്പെട്ടിയുടെ പ്രവർത്തനത്തെ പറ്റി അറിയാമോ? അറിയില്ല. എന്തുകൊണ്ടാണ് സ്വിച്ച് ഇടുമ്പോ ഈ പെട്ടി ചൂടാവുന്നത്? അതും അറിയില്ല. ഞാനത് തുണി തേക്കാനായിട്ട് വാങ്ങിയതാണ്. തുണി തേക്കാൻ എനിക്കറിയാം, അത്ര അറിഞ്ഞാൽ മതി. അത്രയും പോരാ. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ പഠിച്ചിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ശരിയാവൂ. ഒരു കോഴിയെ വാങ്ങി കറി വെക്കുമ്പോൾ കറി വെക്കാൻ മാത്രം പഠിച്ചാൽ മതി, അല്ലാതെ കോഴിയുടെ ശരീരശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെയാണോ ഇത്? അതുപോലെ തന്നെയാണിതും. ഇപ്പോ ഈ പെട്ടി ചൂടായിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് ചൂടാവുന്നതെന്ന് എനിക്കറിയാം. ചൂടായ ഇസ്തിരിപ്പെട്ടിയിൽ കൈവച്ചാൽ പൊള്ളുവെന്ന് എനിക്കറിയാം, പക്ഷെ അതിന്റെ ശാസ്ത്രമൊന്നും എനിക്കറിയില്ല. സൂക്ഷിച്ച്. ഒരു ദിവസം ഇത് പ്രത്യേകിച്ചില്ലെങ്കിൽ എന്താ? കുഴപ്പമൊന്നുമില്ല. ഉണ്ട് ഉള്ളു. നോക്കി നിൽക്കുക. ഒരു ഉപകാരമില്ലാത്തുള്ളു. നിന്റെ ഒരു ദിവസം ഷർട്ട് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല.